ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ഫോൺ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കണ്ണിന് വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു 50 to 20 ടൈംസ് നമ്മൾ ബ്ലിങ്ക് ചെയ്യും. പക്ഷേ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു 5 to 7 ടൈംസ് ആയിട്ട് മാറും. സോ നമ്മുടെ കണ്ണിലെ ആ ബ്ലിങ്കിങ് എഫക്റ്റ് കുറയും തോറും നമുക്ക് ഡ്രൈനെസ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. സെക്കൻഡ്, ഐ സ്ട്രെയിൻസ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം തന്നെ ഒരേ സംഭവത്തിൽ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ബ്ലറായി പോകാൻ ചാൻസസ് കൂടുതലാണ്. രണ്ട്, നമുക്ക് ഈ നെക്കും അതുപോലെ ഷോൾഡറും പെയിൻ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുമ്പിട്ട് പോകും. നമ്മുടെ പോസ്റ്റേഴ്സ് വ്യത്യാസം വരും തോറും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ. നമ്മൾ കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഫോണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. അല്ലാണ്ട് ഫോൺ നോക്കി തന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. അതൊക്കെ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതാണ്. നമുക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോഴത്തേക്ക് ഒരു പഫി ഐസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ചില ആൾക്കാരോട് പറയും അങ്ങനെയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്തേക്കാൻ പറയാറുണ്ട്.